ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ദി റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന പോയമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, നമ്മുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു പോയമാണ്. ജീവിതത്തിലെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ആക്ച്വലി ദി റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന ഈ പോയം. നമ്മളുടെ ലൈഫിലെ ഒരു സിറ്റുവേഷനെ പോയിട്ട് ആക്ച്വലി നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ പോയത്തിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ലിറ്ററലി നമ്മളിത് വായിക്കുമ്പോൾ വലിയ അർത്ഥം ഒന്നും ഫീൽ ചെയ്യത്തില്ലെങ്കിലും ഇതിൻ്റെ ഇന്നർ മീനിങ് ഭയങ്കര ഡെപ്ത് ഉള്ളതാണ്. എസ്പെഷ്യലി ഈ പോയത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് 3 ലൈൻസ് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ളൊരു പോയമായിരിക്കും ഇത്. പക്ഷേ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഓർത്തിരിക്കുന്ന 3 ലൈൻസ് ആയിരിക്കും ഇത്. 2 roads diverged in a wood, and I took the one less traveled by, and that has made all the difference. നമ്മൾ പറയുമ്പോൾ എന്താ പറയണ്ടേ, ലിറ്ററലി പറയുമ്പോൾ വലിയ അർത്ഥമൊന്നുമില്ലെങ്കിലും നമ്മൾ റിയൽ ലൈഫുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥമുള്ള ലൈൻസാണിത്. സോ നമുക്ക് പോയത്തിൻ്റെ ഫുൾ റിവ്യൂ അല്ലെങ്കിൽ ഫുൾ മീനിങ് ഒന്ന് നോക്കാം. 2 roads diverged in a yellow wood, and sorry, I could not travel both. And be one traveller, long I stood, and looked down one as far as I could, to where it bent in the undergrowth. ഇവിടെ പോയിട്ട് പറയുന്നുണ്ട് 2 roads diverged in a yellow wood. ഇവിടെ വളരെ ബുദ്ധിപരമായിട്ടാണ് പോയിട്ട് ആ ഒരു ഫോറസ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു അയാളുടെ അയാൾ നടന്നു പോകുന്ന ആ വഴിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. യെല്ലോ വുഡ് എന്ന് പറഞ്ഞാൽ മഞ്ഞക്കാട് എന്നുള്ളതല്ല അർത്ഥം. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുമെങ്കിലും അതിൻ്റെ ഇന്നർ മീനിങ് എന്താണ്? ഹി റെപ്രസെൻറ്റ്സ് ഓട്ടം സീസൺ യൂസിങ് യെല്ലോ വുഡ്. അതായത് നമ്മൾ ശരത്കാലം എന്ന് പറയും മലയാളത്തിൽ. ഇല പൊഴിയുന്ന കാലം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഇത്രയും നാളും നിന്നിരുന്ന ഇലകളൊക്കെ കൊഴിഞ്ഞ് വീണിട്ട് പുതിയത് വരുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ നമ്മൾ പറയുന്നത്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പോയിട്ട് നമ്മുടെ റിയൽ ലൈഫും ഈ പോയിട്രി റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പോയിറ്റിൻ്റെ ലൈഫിൽ ഉള്ളൊരു സിറ്റുവേഷനാണ്. ഇത്രയും നാളും കടന്നു വന്ന വഴികൾ എല്ലാം വന്ന് ഒരിടത്ത് നിന്നിരിക്കുകയാണ്. പോയിറ്റിൻ്റെ മുമ്പിൽ 2 ചോയ്സസ് വന്നിരിക്കുകയാണ്. പുതിയൊരു കാലഘട്ടം അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലെ പുതിയൊരു പാത തിരഞ്ഞെടുക്കാൻ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തോ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ളൊരു സമയമായിട്ടുണ്ട്. പ്രകൃതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ, പുതിയതായിട്ടുള്ള ഇലകളൊക്കെ വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് യെല്ലോ വുഡ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത്രയും ഇന്നർ മീനിങ് ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും ആലോചിക്കുന്ന കാര്യമല്ല. പക്ഷേ പോയിട്ട് വളരെ ഇൻ്റലക്ച്വലായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. 2 roads diverged in a yellow wood. എല്ലാ അർത്ഥത്തിലും എന്താ, ഒരു പുതിയ തുടക്കം. അതായത് പോയിറ്റിന് സഞ്ചരിച്ച് വന്ന വഴി ഒറ്റയൊരു വഴിയായിരുന്നു, അത് ഡൈവേർജ് ചെയ്യുന്നു. നമ്മുടെ നേച്ചറിനെ പറഞ്ഞാൽ നേച്ചറിൽ യെല്ലോ ആ ഓട്ടം സീസൺ ആയിരിക്കുകയാണ്. അതായത് പഴയ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് പുതിയ ഇലകൾ വരാറായി. അതുപോലെ ലൈഫിലെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും നാളും വന്ന ഒരു സിറ്റുവേഷൻ മാറി
പോയിട്ടിന് എന്തോ ഒരു പുതിയ ഡെസിഷൻ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു അറ്റ് എ സർട്ടൻ സ്റ്റേജ് കഴിയുമ്പോൾ എന്ത് പറ്റും, നമുക്ക് പുതിയതായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ട അത് നമ്മുടെ പഠനത്തിനെക്കുറിച്ചാവാം, അത് നമ്മുടെ കരിയർ ആവാം, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം വരും. അപ്പോൾ അതാണ് പറയുന്നത്, 2 roads diverged in a yellow wood. And sorry, I could not travel both. അപ്പം പോയിട്ട് തന്നെ പറയാണ് സോറി. എന്താ പോയിട്ടിന് ആക്ച്വലി സോറി പറയേണ്ട ആവശ്യം എന്താ? 2 വഴിയും ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്. 2 ഡിസിഷൻ ഒന്നേ ഉള്ളൂ, പക്ഷേ ഒന്നിലധികം ചോയ്സസ് ഉണ്ട്. അതാണ് സോറി പറയുന്നത്. എല്ലാ ചോയ്സും എടുക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ സോറി, ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്. നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡെസ്റ്റിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ നമ്മൾ പോയിട്ടില്ലാത്തൊരു പുതിയ സ്ഥലമാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതുപോലെ ഒരു സിംഗിൾ റോഡ് വന്ന് ആ റോഡ് ഡൈവേർജ് ആവുകയാണ്, നമുക്കറിയത്തില്ല ഏത് വഴിയാണ് പോകേണ്ടതെന്ന്. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുമോ? ഇല്ല. നമ്മൾ ഒരുപാട് പേരോട് ചോദിക്കും, അല്ലേ, ഏത് വഴി കൂടെ പോകുമ്പോഴാണ് ഇന്ന സ്ഥലത്ത് എത്തുന്നത്. സോ അതുപോലെ തന്നെയാണ് ഇവിടെയും. അയാൾ എന്താ പറയുന്നത്, എനിക്ക് 2 വഴി കൂടെയും പോയി. നമ്മളങ്ങനെ ചെയ്യാറില്ലല്ലോ. നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ 2 വഴി കൂടെയും പോകാറില്ല. അതുപോലെ തന്നെ ഇവിടെ എന്താ, സോറി, ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്. എനിക്ക് 2ലും കൂടെ പോകാനായിട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. ആൻഡ് ബി വൺ ട്രാവലർ ലോങ് ഐ സ്റ്റുഡ് ആൻഡ് ലുക്ക് ഡൗൺ വൺ ആസ് ഫാർ എസ് ഐ കുഡ് ടു വെയർ ഇറ്റ് ബെൻ ഇൻ ദ അണ്ടർഗ്രൗണ്ട്. അതായത് ഒരു ട്രാവലർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു യാത്രികൻ എന്ന നിലയ്ക്ക് പോയിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്നിട്ട് ഒരു റോഡ് നോക്കി. എങ്ങനെ നോക്കിയെന്നാണ് പറയുന്നത്, ആൻഡ് ലുക്ക് ഡൗൺ വൺ ആസ് ഫാർ ആസ് ഐ കുഡ്. എൻ്റെ കണ്ണെത്തുന്നത് വരെ ഞാൻ ആ റോഡിലേക്ക് നോക്കി. ടു വെയർ ഇറ്റ് ബെൻഡ് ഇൻ ദ അണ്ടർഗ്രോത്ത്. അതായത് എനിക്ക് നോക്കാൻ പറ്റുന്ന അത്രയും ദൂരം ഞാൻ ആ ഒറ്റ വഴിയിലേക്ക്, ഏതോ ഒരു വഴി പോയിട്ട് തിരഞ്ഞെടുത്തു, എന്നിട്ട് നോക്കി എവിടെയാണ് അത് ബെൻഡ് ചെയ്യുന്നത്. ഇൻ ദ അണ്ടർഗ്രോത്ത്. അണ്ടർഗ്രോത്ത് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ലിറ്ററൽ മീനിങ് പറയുവാണെങ്കിൽ ഈ പുല്ല് നിറഞ്ഞ വഴികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പുല്ല് നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് അണ്ടർഗ്രോത്ത് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ആ വഴി എവിടെയാണ് ബെൻഡ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം നോക്കി. നമ്മൾ ഇന്നർ മീനിങ് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, ഞാൻ ഈ വഴി കൂടെ സഞ്ചരിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ടാവും, എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടാവും. അതാണ് ടു വെയർ ഇറ്റ് ബെൻഡ് ഇൻ ദ അണ്ടർഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആ തീരുമാനത്തിന് എൻ്റെ ലൈഫിൽ എന്തൊക്കെ പോസിറ്റീവ്സ് തരാൻ പറ്റും, എന്തൊക്കെ നെഗറ്റീവ്സ് തരാൻ പറ്റും. ലിറ്ററൽ മീനിങ് പറഞ്ഞാൽ എന്താ, ഞാൻ ആ റോഡിലേക്ക് നോക്കി, എൻ്റെ കണ്ണെത്തുന്ന ദൂരം വരെ എവിടെയാണ് അത് ബെൻഡ് ചെയ്യുന്നത്, ഇൻ ദ അണ്ടർഗ്രോത്ത്. അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിനെ കുറിച്ച്. എന്നാലും നമ്മൾ വളരെയധികം ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാറുള്ളൂ. Then took the other as just as fair, and having perhaps the better claim, because it was grassy and wandered where, though as for that the passing there had warned them really about the same. എന്ന് പറഞ്ഞാൽ എന്താ, പിന്നീട് ഞാൻ ആ 2ാമത്തെ വഴിയിലേക്ക് നോക്കി. ദെൻ ടുക്ക് ദി അതർ ആസ് ജസ്റ്റ് ആസ് ഫെയർ. അതാണല്ലോ ന്യായം. അതായത് ഒന്ന് നോക്കിയാൽ നമ്മൾ മറ്റേതിനെ നോക്കണം. അതായത് ഒരു ഡിസിഷൻ അല്ല, നമുക്ക് ഒരു ഡിസിഷനേ ഉള്ളൂ, പക്ഷേ ചോയ്സസ് ഒന്നിലധികം ഉണ്ട്. അപ്പോൾ എന്താ, നമുക്ക്
എല്ലാം നോക്കാം അല്ലേ, എല്ലാം നോക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് മുമ്പിലുള്ള ഓപ്ഷൻ നമ്മൾ വളരെ ആലോചിച്ചെടുക്കാറുള്ളൂ. അപ്പോൾ ഒരെണ്ണം ഞാൻ നോക്കി, ഇനി വേറൊരെണ്ണം കൂടെ ഉണ്ട്, അപ്പം ഇത് നോക്കിയ സ്ഥിതിക്ക് അതും നോക്കണമല്ലോ. അതാണ് ആസ് ജസ്റ്റ് ആസ് ഫെയർ ആൻഡ് ഹാവിങ് പെർഹാപ്സ് ദ ബെറ്റർ ക്ലീൻ. ഒരു പക്ഷേ അതിനേക്കാളിലും മികച്ചതാണ് ഇതെങ്കിലോ. ആൻഡ് ഹാവിങ് പെർഹാപ്സ് ദ ബെറ്റർ ക്ലീൻ ബിക്കോസ് ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് വാണ്ടഡ് വെയർ. എന്തുകൊണ്ടാണ് അതും കൂടി നോക്കാനുള്ള റീസൺ? ബിക്കോസ് ഇറ്റ് വാസ് ഗ്രാസി, അത് പുല്ല് നിറഞ്ഞതായിരുന്നു. ആൻഡ് വാണ്ടഡ് വിയർ, വാണ്ടഡ് വിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് വിയർ ആൻഡ് ടിയർ. വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തേയ്മാനം സംഭവിക്കുക എന്ന് പറയും. അപ്പം അതുപോലെ ഞാൻ രണ്ടാമത് നോക്കിയ ആ വഴി എന്തായിരുന്നു? ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് വാണ്ടഡ് വിയർ. അത് പുല്ല് നിറഞ്ഞതായിരുന്നു, അതിൽ ഇനിയും തേയ്മാനം സംഭവിച്ചിട്ടില്ല. അപ്പം തേയ്മാനം സംഭവിക്കാൻ വേണ്ടി അത് കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് വാണ്ടഡ് വിയർ, ബിക്കോസ് ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് വാണ്ടഡ് വിയർ. ദോ ആസ് ഫോർ ദാറ്റ് ദ പാസിംഗ് ദെയർ ഹാഡ് വോൺ ദം റിയലി അബൌട്ട് ദ സെയിം. എന്ത് ചെയ്തു? പോയിട്ട് കുറച്ച് ദൂരം നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഡിസിഷൻ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നല്ലോ, അതുപോലെ തന്നെ രണ്ടാമത്തെയും കാണാൻ പറ്റുന്ന അത്രയും ദൂരം നോക്കി നിന്നപ്പോൾ പോയിട്ടിനൊരു കാര്യം മനസ്സിലായി. എന്താ? കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ദോ ആസ് ഫോർ ദാറ്റ് ദ പാസിംഗ് ദെയർ ഹാഡ് വോൺ ദം റിയലി അബൌട്ട് ദ സീ. അതും എന്താ? ആൾക്കാർ സഞ്ചരിച്ചത് തന്നെയാണ്. ഹാഡ് വോൺ ദം റിയലി അബൌട്ട് ദ സെയിം. മറ്റേതുപോലെ തന്നെ എന്താ? ഇതും കുറച്ച് പേരൊക്കെ നടന്നിട്ടുള്ള വഴിയാണ്. നെക്സ്റ്റ്. ആൻഡ് ബോത്ത് ദാറ്റ് മോർണിംഗ് ഈക്വലി ലേ ഇൻ ലീവ്സ്, നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക്. പക്ഷേ ആ ദിവസം രാവിലെ ആ രണ്ട് വഴികളും എന്തായിരുന്നു? ആൻഡ് ബോത്ത് ദാറ്റ് മോർണിംഗ് ഈക്വലി ലേ ഇൻ ലീവ്സ്, നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക്. അന്ന് രാവിലെ പോയിട്ട് നടക്കാൻ ഇറങ്ങിയ ആ മോർണിംഗിൽ എന്താ സംഭവിച്ചത്? ആ രണ്ട് വഴികളും ഈക്വലി ലേ ഇൻ ലീവ്സ്, അതായത് രണ്ട് വഴികളിലും ഇലകൾ വീണിട്ടുണ്ടായിരുന്നു. നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക്. നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ആരും നടന്ന് ആ വഴി എന്താ? ട്രോഡൻ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചവിട്ടി മെതിച്ച് അത് ബ്ലാക്ക് ആക്കിയിട്ടില്ല. നമുക്കറിയാം, നമ്മൾ എന്താ പറയുന്നത്, ഒരുപാട് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പാത്താണെങ്കിൽ അവിടെ പുൽച്ചെടി അധികം വളരാറില്ല. കാരണം എപ്പോഴും ഇങ്ങനെ ചവിട്ടേറ്റ് അവിടെ ഇങ്ങനെ കറുത്ത് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡഡ് മണ്ണായിരിക്കും നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ആ മോർണിംഗിൽ രണ്ട് വഴികളും ഒരുപോലെ ഇലകൾ കൊണ്ട് മൂടിയിരുന്നു. ലേ ഇൻ ലീവ്സ്. ഇതുവരെ നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക്. ഇതുവരെ ആരും അതിലെ നടന്ന് അത് ചവിട്ടി മെതിച്ച് കറുത്ത കളറാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഡാർക്ക് ആക്കിയിട്ടില്ല. വിച്ച് മീൻസ് അതിലെ ആരും നടന്നിട്ടില്ല. ഓ ഐ കെപ്റ്റ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ. ഒരു കാര്യം ചെയ്യാം. എന്താ? ഞാൻ ആദ്യത്തെ ആ വഴി അടുത്ത ദിവസത്തേക്കിന് മാറ്റി വെച്ചേക്കാം. അടുത്ത ദിവസം നടക്കാം. ഓ ഐ കെപ്റ്റ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ. പോയിട്ട് ചിന്തിക്കുകയാണ്, ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ വഴി നമുക്ക് മറ്റൊരു ദിവസത്തേക്കിന് വേണ്ടി മാറ്റി വെച്ചേക്കാം. യെറ്റ് നോയിങ് ഹൗ വേ ലീഡ്സ് ഓൺ ടു വേ, ഐ ഡൗട്ടഡ് ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്. Yet knowing how way leads on to way, I doubted if I should ever come back. എന്താ? പോയിട്ടിന് തന്നെ നന്നായിട്ട് അറിയാം ഈ
ഓരോ വഴിക്കും പോയാൽ ആ വഴി എവിടെയായിരിക്കും പോയിറ്റിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളത്. Yet knowing how way leads on to way, I doubted if I should ever come back. എന്നിട്ടും പോയിട്ട് സംശയിച്ചു, ഞാൻ തിരിച്ചു വരുമോ ഇതിലേ എന്ന്. അതായത് ആദ്യം പോയിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഐ കെപ്റ്റ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ എന്ന്. പക്ഷേ പിന്നീട് പോയിട്ട് തന്നെ ഒരു സെൽഫ് ഡൗട്ട് വരുവാണ്. ഒരു പക്ഷേ എനിക്കിനി തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ. ഐ ഡൗട്ടഡ് ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്. ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ ചോയ്സസ് ഒന്നിലധികം ഉണ്ട്, ഡിസിഷൻ എടുക്കണം. അപ്പോൾ 2 ഡിസിഷൻ എടുത്താലും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും രണ്ടും അറിയാം. അപ്പോൾ രണ്ടും ഈക്വലി ചെക്ക് ചെയ്തിട്ട് ഞാൻ ഏത് പാത്ത് ചൂസ് ചെയ്താലും, അല്ലെങ്കിൽ എനിക്ക് മുമ്പിലുള്ള ഏത് ചോയ്സ് ഡിസൈഡ് ചെയ്താലും അതിൻ്റെ വരും വരായികകളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാലും ഇത് ജീവിതമാണ്. നമുക്ക് എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലൈഫ് ഈസ് അൺപ്രെഡിക്റ്റബിൾ. സോ ഇവിടെയും അത് തന്നെയാണ് പോയിട്ട് പറയുന്നത്. ഈ വഴി മുമ്പോട്ട് പോയാൽ അതെന്നെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത് എന്നൊരു പക്ഷേ പോയിറ്റിന് അറിയാം. എന്നാൽ പോലും പോയിട്ട് സംശയിക്കുന്നുണ്ട്, പോയിട്ടിന് തിരിച്ചു വരാൻ പറ്റുമോ എന്ന്. I shall be telling this with a sigh, somewhere ages and ages hence. 2 roads diverged in a wood, and I took the one less travelled by, and that has made all the difference. ഒരുപക്ഷെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, സംവെയർ ഏജസ് ആൻഡ് ഏജസ്, ഞാനൊരു പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ടാവും, ഐ ഷാൽ ബി ടെല്ലിങ് ദിസ് വിത്ത് എ സൈ എന്ന് പറഞ്ഞാൽ എന്താ, ദീർഘനിശ്വാസം എന്ന് പറയും. ഒരു ദീർഘനിശ്വാസത്തോടെ വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ ഞാനിത് പറയും. ഒരു പക്ഷേ എന്നല്ല, ഞാനിത് പറയും. ഐ ഷാൽ ബി ടെല്ലിങ് 2 roads diverged in a wood, and I took the one less travelled by, and that has made all the difference. എനിക്ക് മുമ്പിൽ 2 വഴികൾ ഉണ്ടായിരുന്നു. ആ 2 വഴികളിൽ ഞാൻ തിരഞ്ഞെടുത്തത് വളരെ കുറച്ച് ആൾക്കാർ മാത്രം ട്രാവൽ ചെയ്ത വഴിയായിരുന്നു. അതായത് ലൈഫുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ, പോയിറ്റിൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻസ് അല്ലെങ്കിൽ ചോയ്സ് ഉണ്ടായിരുന്നു. അതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് പോയിറ്റിൻ്റെ ഡിസിഷനായിരുന്നു. നമ്മൾ എല്ലാവരും എപ്പോഴും റിസ്ക് ഇല്ലാതെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും പോകുന്ന വഴിക്ക് സഞ്ചരിക്കാൻ നോക്കും. അതായത് എല്ലാവരും എടുക്കുന്ന തീരുമാനം തന്നെ, അല്ലെങ്കിൽ എല്ലാവരും തിരഞ്ഞെടുത്ത് വിജയിച്ച വഴികളിലൂടെ പോകാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. റിസ്ക് എടുക്കാൻ നമ്മളാരും തയ്യാറല്ല. അതുതന്നെയാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. 2 roads diverged in a wood, and I took the one less travelled by. പക്ഷെ ഞാൻ ചെയ്തത്, ഞാൻ തിരഞ്ഞെടുത്തത് അധികം ആൾക്കാർ തിരഞ്ഞെടുക്കാത്ത വഴിയാണ്. I took the one less travelled by, and that has made all the difference. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വ്യത്യാസമുണ്ടാക്കിയതും ഈ തീരുമാനം തന്നെയായിരുന്നു. അതായത് എല്ലാവരും പോയ വഴിക്കല്ല ഞാൻ പോയത്, വളരെ കുറച്ച് ആൾക്കാർ മാത്രം സഞ്ചരിച്ച വഴി, അതാണ് ഞാൻ സ്വീകരിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റം ഉണ്ടാക്കിയതും ആ തീരുമാനം തന്നെയായിരുന്നു. ഇതാണ് ദി റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന പോയത്തിൻ്റെ മീനിങ്. നമ്മൾ ഒറ്റത്തവണ വായിക്കുമ്പോൾ ഇതിന് വലിയ അർത്ഥങ്ങളൊന്നും തോന്നിയില്ലെങ്കിലും ഇതിൻ്റെ ഇന്നർ മീനിങ് വളരെ ഡെപ്ത് ഉള്ളതാണ്. നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ്. താങ്ക് യു.